ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറക്കണമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചാൽ യുഎസിന്റെ ഗൾഫിലെ വൈദ്യുത നിലയങ്ങളും ഉപ്പുജല സംസ്കരണ കേന്ദ്രങ്ങളും തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സൗദിയിലെ ഇറാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ സൗദി വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. എം സി എ നാസർ വിശദാംശങ്ങൾ നൽകും. എം സി എ, അങ്ങേയറ്റം അപകടകരമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഏത് സമയത്തും ഈ യുദ്ധം ഭീതിതമായ സാഹചര്യത്തിലേക്ക് വികസിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 48 മണിക്കൂറിനകം ഹോർമോസിലെ നിയന്ത്രണം അവസാനിപ്പിച്ച് കപ്പലുകളെ കടത്തിവിടാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ ഭീഷണി എങ്ങനെയായിരിക്കും ഇറാൻ എടുക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും 23 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്കും സങ്കീർണതകളിലേക്കും നീങ്ങുകയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂർ നേരത്തെ ഒരു അന്ത്യശാസനമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ വൈദ്യുത നിലയങ്ങളും കേന്ദ്രങ്ങളും ആക്രമിക്കുകയാണെങ്കിൽ നേരെ ഈ മേഖലയിലുള്ള അമേരിക്കയുടെ വൈദ്യുത നിലയങ്ങളും കേന്ദ്രങ്ങളും ഉടൻ തന്നെ ആക്രമിക്കാനാണ് തങ്ങളും തയ്യാറാവും. തിരിച്ചടി അത്രയും വ്യാപ്തിയിലേക്ക് തന്നെ തങ്ങൾ കൊണ്ടുപോകുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമുദ്രയാന സംഘടനയ്ക്ക് മുമ്പാകെ ഇറാൻ പ്രതിനിധി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. കപ്പലുകൾക്ക് തങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായിട്ട് പോകാവുന്ന ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ അങ്ങനെ സുഗമമായി തന്നെ ഹോർമുസ് കടലിലൂടെ പോകുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് അങ്ങനെ തന്നെ തുടരും. അതിൽ ഇത്തരം തിട്ടൂരങ്ങൾ കൊണ്ടൊന്നും ആ വിലക്ക് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന കർശനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ നാവികസേനയുടെയും അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനിക വൃത്തങ്ങളുടെയും നേതൃത്വങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അല്പം മുമ്പ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദറുൽ ബുസൈദി ഇപ്പോൾ അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായിട്ട് ടെലിഫോണിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ സംഘർഷം ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് ഒമാൻ ഇറാന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രമ്യമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്ന സന്ദേശമാണ് ഒമാൻ വിദേശകാര്യമന്ത്രി ഇറാന് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു ശ്രമങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സ്ഥിതിഗതികൾ നേരത്തെ പലരും ആശങ്കപ്പെട്ടതുപോലെ തന്നെ, കാരണം വൈദ്യുത നിലയങ്ങളിലേക്കും വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ശുദ്ധജല മേഖലകൾ ഒന്നാകെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഇപ്പുറത്തെ മുന്നറിയിപ്പ്. അതൊരു ടാക്ടിക്കൽ മൂവും കൂടിയാണ്. സ്വാഭാവികമായും ഇറാനെതിരെ അങ്ങനെ ഒരു വലിയ ആക്രമണത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അമേരിക്കയെ ഗൾഫ് രാജ്യങ്ങൾ കൂടി പിന്തിരിപ്പിക്കുക എന്നായിരിക്കണം ഇറാൻ മനസ്സിൽ കാണുന്നത്. അതെത്ര കണ്ട് വിജയിക്കാൻ സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ, നേരത്തെ മുതൽ തന്നെ ഇറാൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇതാണ്. കാരണം ഈ മേഖലയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ എന്നാണ് ഇപ്പോൾ പോലും ഇറാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്കാണ് പല ഘട്ടങ്ങളിലും ഇറാന്റെ ആക്രമണം നീങ്ങിയത്. കാരണം ആദ്യമൊക്കെ ഈ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വിശദീകരിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. പിന്നീട് അത് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും പിന്നെ വ്യാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. പല റിഫൈനറികളുടെയും പ്രവർത്തനങ്ങൾ പോലും ഗൾഫ് മേഖലയിൽ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ, അമേരിക്കൻ കേന്ദ്രങ്ങൾ എന്നൊക്കെ പിന്നെ ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അത് ഗൾഫിന്റെ പിന്നെ സാമ്പത്തിക ഇടനാഴികളെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ വൈദ്യുത പിന്നെ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കൂടി ഒരുപക്ഷെ ഇറാൻ ലക്ഷ്യമിട്ടേക്കും. എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യം ഈ വിധത്തിൽ തുടരുന്നതിനോട് ഈ സംഘർഷം വീണ്ടും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾക്കും ശക്തമായിട്ടുള്ള പിന്നെ ആശങ്കയുണ്ട്. അതുകൊണ്ടായിരിക്കണം പിന്നെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ഒമാൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടരാനുള്ള ഒരു തീരുമാനം കൂടി അവർ കൈക്കൊണ്ടതായിട്ടാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ആ പ്രതിസന്ധി തീർക്കാൻ ഒരുപക്ഷെ സൈഫ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയ്ക്കും പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ഗൾഫ് രാജ്യങ്ങൾ കുറെ കൂടി ഊർജിതമാക്കാനും ഈ സാഹചര്യം പിന്നെ മൂലം പ്രേരണയായിട്ടുണ്ട്. സൈഫുദ്ദീൻ.